ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലം പരിചയപ്പെടുത്തണം എല്ലാവരും. കൊല്ലം ജില്ലയിലാണ് ഈ സ്ഥലമുള്ളത്. ഈ സ്ഥലത്ത് പോയിട്ടുള്ളവർ സ്ഥലം ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ അഷ്ടമുടി കായലിൻ്റെ സെൻറ്ററിൽ കുറച്ച് പാർട്ട് നമുക്ക് ഇറങ്ങി നിൽക്കാനും നടക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. നല്ല രസമാണ് അവിടെ പോകാൻ. ഫുള്ള് വെള്ളത്തിൻ്റെ പരിപാടിയാണ്, ബോട്ടുകളുടെ ബഹളം. നമ്മൾ പോയി നേരെ ടിക്കറ്റ് എടുത്തിട്ട് ആദ്യം നമ്മളെ ഒരു ബോട്ടിൽ കയറ്റിയിട്ട് അവർ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് ആ സ്ഥലമുള്ളത്. നല്ല രസമാണ് യാത്രയൊക്കെ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. നമ്മളിങ്ങനെ കായലിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വേണം നമുക്ക് അതിലേക്കൂടെ പോകാൻ. നല്ല രസമാണ്. അതിനകത്ത് കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട്. അവിടുത്തെ ബോട്ടിൽ പിന്നെ പൈസ കൊടുത്താൽ ഉള്ളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ഓൾറെഡി വെള്ളത്തിലൂടെയുള്ള യാത്ര നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരുപാട് ടൈം നമ്മൾ വെള്ളത്തിൽ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട്, പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ ആ ഏരിയയിൽ ചെന്നു. അങ്ങനെ പതുക്കെ ബോട്ടിൽ നിന്ന് ഇറങ്ങി. വെള്ളത്തിൽ ഇറങ്ങാൻ ഇച്ചിരി പാടാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല താഴ്ചയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും താഴ്ചയൊന്നുമില്ല, നമുക്ക് മുട്ടിന് മുകളിൽ വെള്ളമുള്ളൂ. അതിലേക്കൂടെ ഇങ്ങനെ നടന്ന് കളിക്കണം. നല്ല രസമാണ്. നല്ല ചെറിയ വെയിലേ ഉണ്ടായിരുന്നുള്ളൂ. വെയിൽ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞങ്ങൾ രാവിലെ തന്നെ എത്തിയോണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. ഉച്ചയൊക്കെ കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. വെയിലത്തും വെള്ളത്തിൽ കിടക്കുമ്പോൾ നമുക്ക് ചൂടറിയത്തില്ല, തണുത്തെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി വേണമെങ്കിൽ നമ്മളതിനനുസരിച്ച് വേണം പോകാൻ. അതിനകത്ത് കുറേ മരങ്ങളൊക്കെ ഉണ്ട്. മരത്തിൻ്റെയൊക്കെ മണ്ടയ്ക്ക് കയറി ഫോട്ടോ എടുക്കാനും നല്ല രസമാണ്. ഞങ്ങൾ ചെറിയൊരു ബാഗിൽ കുറച്ച് സ്നാക്സൊക്കെ ആയിട്ടാണ് പോയത്, വെള്ളത്തിൽ നിന്ന് കഴിക്കാനായിട്ട്. അവിടെ ഞങ്ങൾ കുറച്ച് സ്നാക്സ്, പിന്നെ അതിനകത്ത് ഇഷ്ടംപോലെ കടകളുണ്ട്, ചെറിയ ചെറിയ കടകളുണ്ട് വള്ളത്തിൽ തന്നെ. അതിനകത്തുനിന്ന് ഞങ്ങൾ മോരും വെള്ളം മേടിച്ച് കുടിച്ചു. പിന്നെ ബജിയൊക്കെ കഴിച്ചു. അതൊരു പ്രത്യേക ഫീലാണ്, വെള്ളത്തിൻ്റെ നടുക്കുന്ന ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത്. അതൊക്കെ പോയി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഈ ഭൂമിയിലുള്ള എല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് മടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നത്? എൻജോയ് യുവർ ലൈഫ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണണം. വെള്ളത്തിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഞങ്ങളുടെ മിൻഹാമോൾ. കുടത്തിനകത്ത് ഒരു ഗ്ലാസ് ഒരു കുടം മോര് മേടിച്ച് അങ്ങോട്ട് കുടിച്ച്. എന്താ ടേസ്റ്റ് എന്നറിയാമോ? ആ വെള്ളത്തിൽ നിന്ന് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അതൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ ഇറങ്ങണം, പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. ഓക്കെ, അപ്പം സാമ്പ്രാണിക്കൊടി കണ്ടിട്ടില്ലാത്തവരെല്ലാവരും സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകണം. ഈ സ്ഥലത്തിൻ്റെ പേര് സാമ്പ്രാണിക്കൊടി എന്നാണ് കേട്ടോ. ഞങ്ങളവിടെയൊക്കെ പോയി കളിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഈ മിൻഹാമോളുടെ വള്ളത്തിൽ കളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കുഞ്ഞ് ചെറുപ്പം നാളെ നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോയി കളിപ്പിച്ചിട്ടുണ്ട്. അന്നേരം തൊട്ടേ ഓക്കെ, എവിടെ വെള്ളം കണ്ടാലും പാപ്പി എനിക്ക് വെള്ളത്തിലിറങ്ങണം, ഉമ്മി എനിക്ക് വെള്ളത്തിലിറങ്ങണം നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഒത്തിരി നേരം, ഒരു മോർ ദാൻ 1 hour ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്ത്. ആ വെള്ളത്തിലെ കാഴ്ചകളും ഒരുപാട് ഹൗസ് ബോട്ടുകളും വള്ളങ്ങളും എല്ലാം, അത് ചെറുവള്ളങ്ങളെല്ലാം പോകുന്നുണ്ട്. അതിനെല്ലാം സ്പെഷ്യൽ പാക്കേജ് എടുത്ത് നമുക്ക് പോകാൻ വേണമെങ്കിൽ അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് പോലെ. അങ്ങനെ വെള്ളത്തിൽ കളിച്ച് നടന്നു. അവസാനം ഒരു 1 hour ആയി. 1 hour ആയപ്പം നമുക്ക് പോകാനുള്ള ടൈമായി. കാരണം ബോട്ടിനകത്ത് കയറണമെങ്കിൽ നല്ല തിരക്കാണ്. അവസാനം ഞങ്ങൾ ബോട്ടിൽ കയറി.